ആൽപ്സ് മലനിരകളുടെ സമീപം സ്ഥിതി ചെയ്യുന്ന 26 കാന്റോണുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. 1848 സ്വിസ് കോൺഫെഡറേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ന് അവിടെ ഏകദേശം 85,70,000 ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ 49 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ വെറും 6 കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ വളർന്ന് 18 വയസ്സാകുമ്പോൾ അവർക്ക് വോട്ടവകാശം ലഭിക്കും. സ്വിറ്റ്സർലൻഡിൽ ഡയറക്റ്റ് ഡെമോക്രസി സമ്പ്രദായമാണ്, അതായത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് നേരിട്ട് വോട്ട് ചെയ്യാം. ഇറ്റാലിയൻ, ജർമ്മൻ, റോമൻസ്, ഫ്രഞ്ച് എന്നിങ്ങനെ അവർക്ക് 4 ദേശീയ ഭാഷകളുണ്ട്. വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട് സ്വിറ്റ്സർലൻഡ്. ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ അവർ എപ്പോഴും ഉയർന്ന സ്ഥാനത്താണുള്ളത്. 2019 കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള 2ാമത്തെ രാജ്യം സ്വിറ്റ്സർലൻഡാണ്. അവരുടെ ചീസിനും ചോക്ലേറ്റിനും വാച്ചുകൾക്കും ലോകത്തെങ്ങും ഉയർന്ന മാർക്കറ്റുണ്ട്. ഇതൊക്കെ കൂടാതെ ലോകത്തിലെ 70% സ്വർണവും സംസ്കരിച്ചെടുക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. 70% എന്നത് 2600 മെട്രിക് ടണ്ണിൽ കൂടുതൽ വരും. ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. വേറൊന്നുമല്ല അവിടുത്തെ റെയിൽവേയുടെ കൃത്യത. 87.7% കൃത്യമായി ട്രെയിൻ സ്റ്റേഷനിൽ എത്തുമെന്ന് കണക്കുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വിസ് ജനത അവരുടെ റെയിൽവേ സിസ്റ്റം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. സർവേ പ്രകാരം ഒരാൾ ഒരു കൊല്ലം ശരാശരി 59 ട്രെയിൻ യാത്രകൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.